വെൽക്കം ടു ബിയറോ ടോക്ക്. അങ്ങനെ ഗുരുവായൂർ അമ്പല നടയിൽ നമ്മുടെ ബേസിൽ, പൃഥ്വിരാജ്, അനശ്വര, അതേപോലെ നിഖില, ജഗദീഷ്, ബൈജു, അങ്ങനെ അതേപോലെ യോഗി ബാബു, അങ്ങനെ കുറേ കഥാപാത്രങ്ങളൊക്കെയുള്ള ഇപ്പോൾ റിലീസായിരിക്കുന്ന പുതിയ പടമാണ് ഗുരുവായൂർ അമ്പല നടയിൽ എന്ന് പറയുന്ന പടം. അപ്പോൾ അത് കണ്ടു, അതിൻ്റെ ഒരു റിവ്യൂ ആണ്. ഒറ്റ വാക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഈ പടം ഒരു ഫാമിലി എൻ്റർടൈനിങ് പടമാണ്. തുടക്കം മുതൽ അവസാനം വരെ നല്ല രീതിയിൽ കൊണ്ടുപോയിരിക്കുന്ന ഒരു ഫാമിലി എൻ്റർടൈൻമെൻ്റ് ആണ്. ഈ പടത്തിനകത്ത് എനിക്ക് ഫീലായിരിക്കുന്ന ഒരു സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് ടച്ച് ചെയ്തിരിക്കുന്ന ഒരു സ്റ്റോറി അളിയന്മാർ തമ്മിലുള്ള ഒരു ഇഷ്ടവും അല്ലെങ്കിൽ സൗഹൃദവും, അതേപോലെ തന്നെ അവർ തമ്മിലുള്ള ചെറിയൊരു ശത്രുത, ഇതൊക്കെയാണ് ഇതിനകത്ത് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ പടം തുടക്കം മുതൽ അവസാനം വരെ ഒരു കോമഡി എൻ്റർടൈനിങ് ഫാമിലീസ് ആകുക എന്നുള്ള ലെവലിൽ ഈ പടം കൊണ്ടുപോയിട്ടുണ്ട്. നല്ല രീതിയിൽ എല്ലാം കണക്ട് ചെയ്തിട്ടാണ് ഈ പടം കൊണ്ടുപോയിരിക്കുന്നത്. പിന്നെ എനിക്ക് ഈ പടത്തിനകത്ത് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടിരിക്കുന്ന സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അനന്തേട്ടനും വിനുവും ആദ്യമായി കാണുന്ന ഒരു രംഗവും, അതേപോലെ വിനുവും പാർവതിയും ആദ്യമായി കാണുന്ന ആ ഒരു രംഗവും. ഐ മീൻ അനന്തേട്ടൻ എന്ന് പറയുന്നത് നമ്മളെ പൃഥ്വിരാജും, അതേപോലെ തന്നെ വിനു എന്ന് പറയുന്നത് നമ്മളെ ഈ ബേസിലുമാണ്. അപ്പം അവർ വർഷങ്ങൾക്ക് ശേഷം, അല്ലെങ്കിൽ ആദ്യമായിട്ടാണ് ശരിക്കും പറഞ്ഞാൽ വർഷങ്ങൾക്ക് ശേഷം കാണുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് സ്കോറൊക്കെ വെച്ചിട്ട് നല്ല അടിപൊളിയായിട്ട് രണ്ടുപേരെ എക്സ്പ്രഷനും നന്നായിട്ട് എടുത്തിട്ടുണ്ട്. എനിക്കത് ഭയങ്കര നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. അതേപോലെ തന്നെ വിനുവും ഈ അനന്തേട്ടൻ്റെ വൈഫായിരിക്കുന്ന പാർവതിയായിട്ട് കാണുന്നൊരു സീനും നല്ലൊരു അടിപൊളിയായിട്ട് സംഭവം എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് പടത്തിനകത്ത് ഉടനീളം കാണിച്ചിരിക്കുന്ന ഇവർ തമ്മിലുള്ള മെയിൻ ക്യാരക്ടർ എന്ന് പറയുന്നത്, അതായത് ഈ രണ്ട് കഥാപാത്രങ്ങളെ ബന്ധിച്ചിട്ടുള്ള സംഭവങ്ങളാണ് മൊത്തം ത്രൂ ഔട്ട് കാണിച്ചിരിക്കുന്നത്. പിന്നെ ഇതിനകത്ത് എനിക്ക് ലാസ്റ്റ് ഇതിൻ്റെ ക്ലൈമാക്സ് എന്ന് പറയുന്നത് നമ്മളെ നമ്മുടെ ഡയറക്ടർ, എന്താ പുള്ളിയുടെ പേര് ഞാൻ മറന്നുപോയി, പ്രിയദർശൻ്റെ എല്ലാ പടത്തിലുള്ള, അതായത് പ്രിയദർശൻ്റെ ഒരു ട്രേഡ് മാർക്ക് ഉണ്ട്. ഈ ലാസ്റ്റ് എല്ലാ കഥാപാത്രങ്ങളെയും ഒരുമിച്ചങ്ങ് കൊണ്ടുവന്നിട്ട് ഒരു കലാശക്കൊട്ട് നടത്തുന്ന ഒരു സംഭവം പ്രിയദർശൻ്റെ ഒട്ടുമിക്ക എല്ലാ പടത്തിലും ഉള്ളൊരു സംഭവമാണ്. അത് ഈ പടത്തിനകത്ത് നന്നായി യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ട് ലാസ്റ്റ് ക്ലൈമാക്സിൽ. പിന്നെ ലാസ്റ്റ് ഇത് ആക്ച്വലി ഗുരുവായൂർ അമ്പലത്തിൽ നടക്കുന്ന ഒരു സംഭവം ആയതുകൊണ്ട് ഒരു റിലീജിയസ് കണക്ഷനും ലാസ്റ്റ് ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഓവറോൾ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വൺ ടൈം വാച്ചബിൾ, ഒരു ഫാമിലി എൻ്റർടൈനിങ്, അത്യാവശ്യം കോമഡിയൊക്കെ ആയിട്ടുള്ള, എന്നാൽ കരയിപ്പിക്കുന്ന സംഭവങ്ങളൊന്നുമില്ല, സാഡായിട്ടുള്ള സംഭവങ്ങളൊന്നുമില്ല, അത്യാവശ്യം കോമഡി ആയിട്ട് നല്ല രീതിയിൽ ബേസിലും അതേപോലെ തന്നെ പൃഥ്വിരാജ് കൊണ്ടുപോയിരിക്കുന്ന ഒരു പടം തന്നെയാണ് ഗുരുവായൂർ അമ്പല നടയിൽ എന്ന് പറയുന്ന ഈ ഒരു പടം. അപ്പോൾ ഇത് കാണാത്തവർ എന്തായാലും ഇപ്പം നാളെ വീക്കെൻഡൊക്കെ ആണല്ലോ വരുന്നത്, അപ്പം എന്തായാലും കാണാൻ പറ്റുന്ന, തിയേറ്റർ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്ന അത്യാവശ്യം നല്ലൊരു പടം തന്നെയാണ്. അപ്പോൾ എൻ്റെ ഈ റിവ്യൂ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവരെന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു റിവ്യൂ വരുന്നവരെ ഖാനേക്കായ പീനേക്കായ മസ്ത് ജീനേക്കായ. താങ്ക്സ് ഫ്രം ബിയറോ ടോക്ക്.